അമേരിക്കയിലോട്ടുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വിചാരിച്ചാണ് നയഗ്ര കാണണമെന്നുള്ളത്. പടങ്ങളിലും സോഷ്യൽ സ്റ്റഡീസിൻ്റെ ബുക്കുകളിലും കണ്ടിട്ടുള്ള ആ നയഗ്ര ഫോൾസ് നേരിട്ട് കാണുവാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പൈൻ ട്രീസ് ആണ്. അത് കാണാൻ വളരെ മനോഹരമായിരുന്നു കേട്ടോ. വലിയ മലകളും കുന്നുകളും ഫോറസ്റ്റുകളും ഒക്കെയാണ് നമുക്ക് ഈ ഡ്രൈവിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളീ പോകുന്ന വഴിക്ക് ഒരുപാട് വലിയ ട്രാഫിക് ഒന്നുമില്ല, പക്ഷേ എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആയാൽ ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഞങ്ങൾ കഴിക്കാനും ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആകാനും ഒക്കെ ഞാൻ ഒരു മാക്ഡൊണാൾഡ്സ് കയറി. വളരെ ഫ്രീക്വൻ്റ് അല്ലെങ്കിലും ചില സർവീസുകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. എങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം നമ്മൾ ഇച്ചിരി ഫുഡും വെള്ളമൊക്കെ കരുതുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് ഈ ഡ്രൈവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന സ്പീഡ് ലിമിറ്റിൽ തന്നെ ഡ്രൈവ് ചെയ്യണം. ഇല്ലെങ്കിൽ പെനാൽറ്റി ഉറപ്പായിട്ടും അടിക്കും. ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന സ്റ്റേറ്റുകളുടെ പ്രധാന വരുമാനം തന്നെ ഈ പെനാൽറ്റിയാണ്. ഇത് വളരെ മനോഹരമായ വേറൊരു പാലാണ്. ഞങ്ങൾ ഏകദേശം നയഗ്ര അടുക്കാനായിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണുന്ന റിവറിലെല്ലാം വെള്ളം ഭയങ്കര ഫ്രോസണായ ഐസായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇച്ചിരി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് നയഗ്രയ്ക്ക് പോകുന്നതെങ്കിൽ ഈ നയഗ്ര എത്തുന്നതിന് മുന്നേ ന്യൂയോർക്ക് ടു നയഗ്രേൻ്റെ ഇടയിൽ വളരെ മനോഹരമായ വാട്ടർഫോൾസും കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ പറ്റുവാണെങ്കിൽ നിങ്ങൾ പോകേണ്ടതാണ്. ഞങ്ങളുടെ കൂടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അവിടെയൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. കാരണം അവരൊത്തിരി ടയേർഡായിരുന്നു. നമ്മൾ നയഗ്ര അടുക്കാറാവുമ്പോഴത്തും ഫോൾസിൻ്റെ അങ്ങോട്ട് അടുക്കാറാവുമ്പോൾ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ടു കാനഡ. ഇപ്പോൾ കാണാം ഒരു ബോർഡ് ടു റെയിൻബോ ബ്രിഡ്ജ് കാനഡ. ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇനി കാനഡ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണോ കാനഡ ബോർഡർ ക്രോസ് ചെയ്തു എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഡയറക്ഷൻസ് നന്നായിട്ട് വായിച്ച് ഇച്ചിരി ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. ഞങ്ങൾ അങ്ങനെ നയഗ്ര എത്തി. റൂമിൽ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ ഫോൾസ് കാണാൻ വേണ്ടി പോകുന്നു. അപ്പം നല്ല തണുപ്പായിരുന്നു. പിന്നെ നമുക്ക് ദൂരേന്ന് തന്നെ ഇത് ഫോൾസിൻ്റെ വലിയ സൗണ്ട് കേൾക്കാം നമുക്ക്. ഈ LED ലൈറ്റ് ഇടുമ്പോൾ ഫോൾസ് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അല്ലാതെ തന്നെ ഈ ഫോൾസ് കാണാൻ ഭംഗിയാണ്. പിന്നെ ഈ LED ലൈറ്റും കൂടി ഇടുമ്പോഴത്തും ഒരുപാട് ഭംഗിയാണ് ഇത് കാണാൻ. ഈ നയഗ്രയുടെ അപ്പുറത്തെ വശത്ത് ഈ ലൈറ്റുള്ള ഉള്ളിടത്ത് കാണുന്നതാണ് കാനഡ. അത് നയഗ്രേൻ്റെ കാനഡ സൈഡ് ഭയങ്കര ഡെവലപ്ഡ് ആണ്. ഒത്തിരി കസിനോയും ഹോട്ടൽസും അങ്ങനെ ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഉള്ള പ്ലേസാണത്. ഈവൻ 2-3 മലയാളി ഹോട്ടലുകൾ വരെയും കനേഡിയൻ സൈഡിലുണ്ട്. വേർപൂൾ സ്റ്റേറ്റ് പാർക്ക് ഓഫ് നയഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു സ്ഥലം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഗ്രീനിഷ് ബ്ലൂ കളറിലുള്ള വാട്ടർ കാണാൻ നല്ല ഭംഗിയാണ്. വീണ്ടും ഞങ്ങൾ ആ ഫോളിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെ വന്നു. ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്തായിട്ട് കാണാം. പിന്നീട് ഞങ്ങൾ ഈ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നുകൊണ്ട് നയഗ്രയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി. അപ്പോൾ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മഴയായതുകൊണ്ട് ഒരുപാട് സമയം അവിടെ ചിലവാക്കാൻ പറ്റിയില്ല. പിന്നെ കുട്ടികളെല്ലാം മഴ നനഞ്ഞ് കളിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഒത്തിരി സമയം കളയാതെ മഴ തോർന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു. ഇവിടെ നോക്കുമ്പോൾ അപ്പുറത്ത് ആ കനേഡിയൻ സൈഡിൽ നിന്നുള്ള ഫോളും നമുക്ക് കാണാൻ പറ്റും. കനേഡിയൻ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ വ്യൂ കുറച്ചുകൂടെ നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ അതുകൊണ്ട് ബട്ടർഫ്ലൈ പാർക്ക്, കേവ്, അങ്ങനെ ഒത്തിരി പല സ്ഥലങ്ങളുണ്ട് കനേഡിയൻ സൈഡ് ഓഫ് നയഗ്രയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നയഗ്രേൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തോട്ട് പോയി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഡെവിൾസ് ഹോൾ സ്റ്റേറ്റ് പാർക്ക്. ഇവിടെ നയഗ്രയുടെ ആ റിവറിൻ്റെ താഴോട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. ഇതുപോലത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പം ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് ഞാൻ ഈ സ്റ്റെപ്സൊക്കെ കവർ ചെയ്ത്. അതും ഈ മരങ്ങളെല്ലാം നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അത്.
ഇച്ചിരി കുത്തനെയുള്ള സ്റ്റെപ്സ് ആയതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം സ്റ്റെപ്സ് ഇറങ്ങാൻ. ഞങ്ങളങ്ങ് താഴോട്ട് എത്തിരിക്കുകയാണ്. അപ്പം താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണെന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കനേഡിയൻ വിസ ഇല്ലാത്തവർ മാത്രമേ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കാണാൻ നിൽക്കത്തുള്ളൂ. കനേഡിയൻ വിസ ഉള്ളവർ അപ്പുറത്ത് പോയി കാനഡ സൈഡിലാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അവിടെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അമേരിക്കൻ സ്ഥലത്ത് എന്തൊക്കെയാണ്, നയഗ്രയുടെ സ്ഥലത്ത് എന്തൊക്കെയാണുള്ളത് അവിടെയൊക്കെ ആസ്വദിച്ച് അങ്ങനെ താഴെ എത്തി. അങ്ങനെ നമ്മൾ താഴെ എത്തിയപ്പം നമുക്ക് കുറേ ഇവിടെ ഇങ്ങനെ ഐസ് കിടക്കുന്നതാണ്. പിള്ളേരും പിന്നെ ഞങ്ങളുടെ ചേച്ചിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കുറച്ച് ഐസൊക്കെ കിടക്കുന്ന കണ്ടപ്പോൾ അവരത് ഐസ് ബ്രേക്കിംഗ് ആണെന്ന് പറഞ്ഞ് ഐസെല്ലാം കുത്തിപ്പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഐസിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ അതൊക്കെ കുത്തിപ്പൊട്ടിച്ച് എൻജോയ് ചെയ്ത് അവിടെ ആ വെള്ളത്തിലൊക്കെ തൊടാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കണ്ടോ ഗൈസ്, ഇത്ര ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന ബംഗാളികളെ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല. എന്ത് ആത്മാർത്ഥതയോടെയാണ് അത് കുത്തിപ്പൊട്ടിച്ച് കളയുന്നതെന്നൊക്കെ. എന്നിട്ടും കുറേ ഐസൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വെള്ളത്തിലൊക്കെ തൊട്ട് എൻ്റെ ഭയങ്കര ഒരാഗ്രഹമായിരുന്നു ഈ വെള്ളത്തിലൊന്ന് തൊടണം എന്നുള്ളത്. സോ ഇത്രയും സ്റ്റെപ്സൊക്കെ ഇറങ്ങി വന്ന് ആ വെള്ളത്തിലൊക്കെ തൊട്ട് ഞങ്ങൾ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അത് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു ആ ഒരു ടൈം. ലൈഫിൽ ഞങ്ങൾ കാണാനേ പറ്റുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല ഈ സ്ഥലം. അങ്ങനെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുമ്പം നമ്മളിങ്ങനെ നൈഗ്ര എന്ന് കേട്ടു പഠിച്ചു. പക്ഷേ നമ്മൾ അവിടെ വന്ന് ഈ നൈഗ്ര ഫോൾ കാണുന്നതിനെക്കുറിച്ചോ ഈ റിവർ കാണുന്നതിനെക്കുറിച്ചോ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ അത് സാധിച്ചു കിട്ടി. തണുപ്പ് കൂടി വരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പം ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് കയറി സ്റ്റെപ്സ് എല്ലാം വീണ്ടും കയറണം. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വടിയൊന്നുമില്ലായിരുന്നു. കുത്തനെയുള്ള സ്റ്റെപ്സ് ആണെങ്കിലും വടിയൊന്നും ഇല്ലാതെയായിരുന്നു ഞങ്ങൾ പോകുന്നത്. കുട്ടികളൊക്കെ വടിയെടുത്തപ്പോൾ ഞങ്ങൾ കളിയാക്കി. പക്ഷെ ഞങ്ങൾ തിരിച്ച് കയറാൻ നേരത്ത് നല്ല ഹാർഡായിരുന്നു ഈ സ്റ്റെപ്സ്. കയറുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഓരോ വടിയൊക്കെ എടുത്ത് കുത്തിപ്പിടിച്ചാണ് ഈ സ്റ്റെപ്സ് കയറിയത്. ഇത് നമ്മൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷേ കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ നയഗ്രേൻ്റെ അവിടെ പോയപ്പം യൂഷ്വലി അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ബട്ട് ഇപ്രാവശ്യം ഐസൊക്കെ ആയി കിടക്കുന്നതുകൊണ്ടാണ് ബോട്ടിംഗ് ഒന്നും ഇല്ലാത്തത്. ഒരു മെയ് ഒക്കെ ആകുമ്പോഴത്തും പോവുകയാണെങ്കിൽ ഇച്ചിരൂടെ ഐസൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ പോവുകയാണെങ്കിൽ നയഗ്രേൻ്റെ അടുത്തൂടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിക്കുന്നത് ഭയങ്കര രസമാണ്. പിന്നെ അല്ലാതെ തന്നെ ഒരു ലിഫ്റ്റിലൊക്കെ കയറി അങ്ങ് അതിൻ്റെ ഒരുപാട് അടിത്തട്ടിൽ വരെ കൊണ്ടുപോകുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം അത് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കത് കയറാനൊന്നും പറ്റിയില്ല, സ്നോ ആയതുകൊണ്ട്. സോ നിങ്ങളൊക്കെ പോകുമ്പം എല്ലാവരും അത് ആസ്വദിക്കണം. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം മുകളിലെത്താനായി. നമ്മുടെ സന്താനങ്ങളൊക്കെ ഓൾറെഡി മുകളിലെത്തി. അവർ പെട്ടെന്ന് ഈസി ആയിട്ട് ഓടിക്കയറിപ്പോയി. ഇവിടെ ചിലയിടത്ത് കേവ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്സ് കയറി പോകുമ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സ്റ്റെപ്സൊക്കെ കയറി ഇത്രയൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ നല്ല ടയേർഡായിരുന്നു. നല്ലോണം ദാഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ചെറിയൊരു ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തി സ്റ്റെപ്സിൻ്റെ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇത് റിസ്ക് എടുത്ത് ആരും ഇറങ്ങാൻ നിൽക്കരുത്. ഇങ്ങനെ ശ്വാസം മുട്ടലും അതുപോലെ ഹെൽത്തി അല്ലാത്തവർ ബെറ്റർ ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ തന്നെ മുകളിലെത്തുമ്പോഴത്തും അത്യാവശ്യം ടയർഡായി. പിന്നെ തീരെ കുഞ്ഞു കുട്ടികൾക്കും പറ്റത്തില്ല. ഇനി ഇത്രയൊക്കെയുള്ള ഒരു എബവ് 7 അവർക്കൊക്കെ ഈസി ആയിട്ട് കയറാൻ പറ്റും. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു. അവിടെ കാണുന്നതാണ് റെയിൻബോ ബ്രിഡ്ജ്. അങ്ങനെ ഞങ്ങൾ നയഗ്രയൊക്കെ കണ്ട് ആസ്വദിച്ച് പിറ്റേ ദിവസം തിരിച്ച് ന്യൂയോർക്കിലോട്ട് പോയി.